ഞാനിവിടെ വീഴുവാണേ, എൻ്റെ കൂടെ 10-15 പേരെങ്കിലും കാണും. ടർബോ ജോസിന്റെ കിൻഡലടി കണ്ട് കോരിത്തരിച്ചവരാണ് മലയാളി സിനിമ പ്രേമികൾ. ഇത്രനാൾ മമ്മൂട്ടിയുടെ ജോസേട്ടായി മലയാളമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇനി കളി മാറുകയാണ്. അറബി പറഞ്ഞ പ്രേക്ഷകരെ കയ്യിലെടുക്കുകയാണ് ജോസ്. ഭാഷയങ്ങ് മാറിയപ്പോൾ പേരും ചെറുതായങ്ങ് മാറിയിട്ടുണ്ട്. ടർബോ ജോസ് എന്നത് ടർബോ ജാസിമായി. ماماتك؟ لا ماماتك ولا حماتك أنا أمه وولدي الوحيد. ടർബോയുടെ അറബിക് മൊഴിമാറ്റ പതിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യമായി അറബിയിൽ മൊഴിമാറ്റി എത്തുന്ന ഇന്ത്യൻ ചിത്രം കൂടിയാണ് മമ്മൂട്ടി വൈശാഖ് കോംബോയിലെത്തിയ ടർബോ. 17 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ചേർന്നാണ് ടർബോ അറബിയിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത്. അതിൽ 11 പേർ UAE സ്വദേശികളുമാണ്. അറബി ഭാഷയുടെ പ്രചാരവും അവിടുത്തെ പ്രതിഭകളുടെ കഴിവ് അന്തർദേശീയ തലത്തിലെത്തിക്കുക എന്ന ഉദ്ദേശവും മുന്നിൽ കണ്ടാണ് ഇത്തരമൊരു ദൗത്യത്തിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ മുന്നിട്ടിറങ്ങിയെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ വിവരം. ഇത്തരത്തിലൊക്കെ ഒരു വലിയ തിയേറ്ററിക്കൽ റിലീസ് കിട്ടുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. പിന്നെ നമ്മൾ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമറാത്തി ഡയലക്റ്റിലേക്ക് ഇറങ്ങുന്ന ആദ്യ സിനിമയാണ്. ഇതുവരെ ഒരു സിനിമയോ സീരിയലോ എമറാത്തി ഡയലക്റ്റിലേക്ക് ഡബ്ബ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയ മാർക്കറ്റ് തുറക്കാം, അതിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കൂടിയായിട്ടാണ് നമ്മൾ തന്നെ കാണുന്നത്. ഇനി വരുന്ന വലിയ സിനിമകൾ, നല്ല സിനിമകളെല്ലാം ഇതുപോലെ ചെയ്യാൻ പറ്റണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 3 ആഴ്ച സമയമെടുത്താണ് അറബിയിൽ പൂർണ്ണമായും സിനിമ ഡബ്ബ് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഡബ്ബിംഗ് എക്സ്പീരിയൻസ് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈം തന്നെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ലൈൻസ് നോക്കിയിട്ട് എനിക്ക് അഭിനയിക്കണം. അപ്പോൾ അത് കണ്ട് അഭിനയിച്ച് സമയമെടുത്തു. ബട്ട് പിന്നെ ആ ക്യാരക്ടർ ഒന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ സീൻ വന്ന ഉടനെ ഐ ക്യാൻ ഡയറക്ട്ലി ഡു ഇറ്റ്. സോ ഇറ്റ് ടുക്ക് മീ ലൈക്ക് അറൗണ്ട് ലെറ്റ്സ് സേ 2-3 ഡേയ്സ്. ഒരു 4-ാം ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഫ്ലോ കിട്ടി. പിന്നെ ഡയലോഗ്സ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു. ആദ്യമായിട്ടാണ് കയറുന്നത് ആൻഡ് നമിച്ചിട്ടാണ് കയറിയത്, ജസ്റ്റ് ഇൻ കേസ്. But it's a lovely experience because you know for the dubbing studio il nikkumba thanne it's only you and your voice, so you discover yourself. ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് ടർബോയുടെ അറബിക് പതിപ്പ് ഗൾഫ് രാജ്യങ്ങളിലുടനീളം പ്രദർശനത്തിന് എത്തിച്ചത്. ടർബോ മലയാളം പതിപ്പ് ഗൾഫിൽ റിലീസ് ചെയ്തതും ഇവർ തന്നെയാണ്. ടർബോയുടെ അറബിക് പതിപ്പ് ഒരു തരംഗമായാൽ കൂടുതൽ ഇന്ത്യൻ ചിത്രങ്ങൾ അറബി ഭാഷയിൽ ഗൾഫ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാൻ ഒരു ചവിട്ടുപടിയാകുമെന്നാണ് വിതരണക്കാരുടെ പ്രതീക്ഷ. GCCയിലുടനീളം ടർബോ ഓഗസ്റ്റ് 2 മുതലാണ് പ്രദർശനത്തിനെത്തിയത്. അറബിക് റിലീസിന് മുന്നോടിയായി ദുബായിൽ നടന്ന പ്രിവ്യൂ ഷോയിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഏറെ ആവേശത്തോടെയാണ് അറബിയിലേക്ക് മൊഴിമാറ്റിയെത്തിയ മലയാള സിനിമയെ ഗൾഫ് സിനിമാ പ്രേമികളും സ്വീകരിച്ചത്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം ഇക്കഴിഞ്ഞ മെയ് 23-നാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിയത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഇറങ്ങിയ ഈ 5ാമത്തെ സിനിമ അവർ നിർമ്മിച്ച ആദ്യ മുഴുനീള ആക്ഷൻ ചിത്രം കൂടിയായിരുന്നു. പോക്കിരാജ, മധുരരാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രം എന്ന നിലയിൽ റിലീസിന് മുന്നേ തന്നെ വമ്പൻ ഹൈപ്പാണ് ടർബോയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ റിലീസിന് പിന്നാലെ പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര അഭിപ്രായങ്ങളായിരുന്നു ഉയർന്നത്. ബോക്സ് ഓഫീസിലും അത് പ്രതിഫലിച്ചു എന്ന് വേണം പറയാൻ. ടർബോ മലയാളം വേർഷന്റെ തിയേറ്റർ റൺ അവസാനിച്ചപ്പോൾ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഗോള കളക്ഷനായി 72.55 കോടിയോളം രൂപയാണ് ജോസേട്ടായി വാരിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 കോടിയും ടർബോ നേടിയതായി ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ സൗദിയിൽ ഒരു മലയാള ചിത്രം നേടുന്ന എക്കാലത്തെയും മികച്ച കളക്ഷനും ടർബോ സ്വന്തമാക്കിയെന്നാണ് വിവരം. സിനിമയിലെ ഫൈറ്റ് രംഗങ്ങളും മമ്മൂട്ടിയുടെ പെർഫോമൻസും എല്ലാം പ്രേക്ഷകർ എടുത്തു പറഞ്ഞപ്പോൾ തിരക്കഥയിലെ പോരായ്മയായിരുന്നു സിനിമയ്ക്കെതിരെ വന്ന പ്രധാന വിമർശനം. ടർബോയിൽ മമ്മൂട്ടിക്കൊപ്പം കന്നഡ താരം രാജ്ബീർ ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. ഇരുവരും ആദ്യമായി മലയാളത്തിൽ അരങ്ങേറുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ടായിരുന്നു. ഇവരെ കൂടാതെ ബിന്ദു പണിക്കർ, അഞ്ജന ജയപ്രകാശ്, ശബരീഷ് വർമ്മ, ദിലീഷ് പോത്തൻ എന്നിവരാണ് ടർബോയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള സിനിമയിൽ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ചില ഫൈറ്റ് സീനുകളിൽ എത്തുന്നുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നു എന്നത് ഇതാദ്യമാണ്. ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിക്കുന്ന പർസ്യൂട്ട് ക്യാമറയും ടർബോയിൽ കൊണ്ടുവന്നിരുന്നു. 200 km/h വേഗതയിലുള്ള ചേസിംഗ് വരെ ചിത്രീകരിക്കാമെന്നതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത. ടർബോ ജോസായി മമ്മൂട്ടി ഇടിച്ചു കയറിയ സിനിമയുടെ OTT റിലീസ് ഈ മാസം സോണി ലിവിലൂടെയാണെന്നാണ് റിപ്പോർട്ട്.